ഖുർആനെ പരിഗണിച്ചവരാണ്, ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരാണ്, സാഹസപ്പെടുന്നവരാണ്. എങ്കിൽ ഒരു കാലത്ത് പരിശുദ്ധ ഖുർആനിനെ വെറും പരിഹാസ്യപാത്രമാക്കി അത് ഒരു തമാശയാക്കി അതിനെ തള്ളിക്കളഞ്ഞ് അതിനെ പറ്റ അവഗണിച്ച ഒരു വിഭാഗമുണ്ടായിരുന്നു എന്ന് സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കാം. നമ്മളൊരിക്കലും അങ്ങനെ ആവരുത്. അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. എല്ലാ നിലക്കും ഖുർആനെ പരിഗണിക്കണം. ഖുർആനുമായിട്ട് ഒരാൾ വരുന്ന സമയത്ത് അത് കണ്ടവൻ എഴുന്നേറ്റ് നിൽക്കുന്ന സുന്നത്താണ്. ഓന് വേണ്ടിയിട്ടല്ല, ഖുർആന് വേണ്ടി. നീ വിളിക്കണ്ടോ? ശരിയാട്ടോ, ക്ലിയർ ആട്ടോ, നീ ആളെ വിളിക്കണ്ട. നമുക്ക് സഹോദരൻ വളരെയധികം ശ്രദ്ധിക്കണം. ഖുർആനെ നമ്മൾ വളരെയധികം ആദരവ് കാണിക്കണം. ഖുർആനെ നല്ലോണം പരിഗണിക്കണം. അള്ളാന്റെ കലാമാണല്ലോ. ഇത് ഒളുവോടുകൂടെ തൊടാൻ പാടുള്ളൂ എന്ന് പറയാൻ കാരണം അതാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഒളുവോടുകൂടെയുള്ള ശുദ്ധിയില്ലാതെ ഇത് തുടരുത് എന്ന് പറയുന്നത്. ചില ആളുകൾ പറയും ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഒരു മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടിയാണ്. സംഗതിയൊക്കെ ശരിയാണ്. ആലങ്കാരികമായിട്ടൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ അല്ലെ, ലോകത്തിന് മൊത്തത്തിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ ഖുർആനെ കൊണ്ട് ഉപകരിക്കാർക്കാണ്? മുത്തഖീങ്ങൾക്ക് മാത്രം. ഈ മൊബൈല് ഈ കമ്പനി സാംസങ് കമ്പനി ആർക്കിറക്കിയാന്ന് ചോദിച്ചാൽ ആർക്കും ആവാം. ഇതിനെ ഉദ്ദേശിച്ചിട്ടല്ല കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കമ്പനി ഇതിന് രൂപകൽപ്പന നടത്തി ഇത് ഇറക്കുമ്പോ ഞാൻ ഉപയോഗിക്കാനാണോ എന്റെ കയ്യിലുള്ള ഈ മൊബൈൽ ഇറക്കിയത്? അല്ല, ആർക്കും ആകാം എന്നുള്ള രൂപത്തിലാണ്. ഞാൻ വാങ്ങിയപ്പോ എന്റേതായി, അത്രേ ഉള്ളൂ. ഞാൻ വാങ്ങിയത് കൊണ്ട് ഇതിന് ഉപകരിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ ഷർട്ട് ജീൻസ് ഇത് ഈ കമ്പനി ഇറക്കിയത് വടക്കുമുറിയുള്ള എനിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ്? അല്ല, പൈസ കൊടുത്തപ്പോൾ കിട്ടിയത് മാത്രം. അപ്പൊ എന്റേതായി. ഖുർആൻ എല്ലാവർക്കും എന്ന് പറയാം, പക്ഷെ ഉപകരിക്കുന്നവർ മുത്തഖീങ്ങളും മുഹ്സിനീങ്ങളും മാത്രമാണ്. അൽ-ബഖറ സൂറത്തിൽ അല്ലാഹു എന്താ പറഞ്ഞത്? ഹുദൽ ലിൽ മുത്തഖീൻ. വിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങൾക്ക് വഴി കാണിക്കും. ഇവിടെ പറഞ്ഞതോ ഹുദൻ വറഹ്മത്തൽ ലിൽ മുഹ്സിനീൻ. നന്മ ചെയ്യുന്നവർക്ക് വഴികാട്ടിയാണ് ഖുർആൻ, നന്മ ചെയ്യുന്നവർക്ക് അനുഗ്രഹമാണ് ഖുർആൻ. അപ്പൊ എല്ലാവർക്കും ഖുർആൻ കൊണ്ട് കാര്യമില്ല. ഖുർആൻ എല്ലാവർക്കുമാണ്. പക്ഷെ ഇതുകൊണ്ട് നേട്ടം ലഭിക്കുന്നത് ആർക്കാണ്? അത് മുത്തഖീങ്ങൾക്കും മുഹ്സിനീങ്ങൾക്കും മാത്രമാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ ഇതിനെ നമ്മൾ നല്ലോണം പരിഗണിക്കണം. അല്ലാഹുവിന്റെ വചനങ്ങളാണ്, വേറെ ഉള്ളതുപോലല്ലേ. പ്രധാനപ്പെട്ട എഴുത്തുകുത്തുകൾ നമ്മൾ സൂക്ഷിക്കും, രേഖകൾ നമ്മൾ സൂക്ഷിക്കും. എന്നാൽ ഏറ്റവും വലിയ രേഖ വിശുദ്ധ ഖുർആൻ. യാതൊരു മാറ്റത്തിരുത്തലും ആവശ്യമില്ലാത്ത രേഖ അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. യാതൊരു പിഴവില്ല. 1400 കൊല്ലം മുമ്പ് എങ്ങനെ ഇറക്കപ്പെട്ടു അതേ രൂപത്തിൽ ഇന്നും ആ തനിമയോടുകൂടെ നിലനിൽക്കുന്നു. ഇനി എത്ര നൂറ്റാണ്ട് മാറി വന്നാലും അങ്ങനെയുള്ള ഖുർആൻ പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയത് നാമാണ്. ഈ ഉത്ബോധനത്തെ ഇറക്കിയത് നാമാണ്. തീർച്ചയായിട്ടും അതിനെ നാം തന്നെ സൂക്ഷിക്കുന്നതാണ്. ഇത് ശത്രുക്കൾക്ക് പലപ്പോഴും ഇതറിയില്ല. മുസാഹിഫിന്റെ ഒരു കോപ്പി കത്തിച്ചു എന്നതുകൊണ്ട് ഒന്നും വരാൻ പോണില്ല. ഒന്നും വരാൻ പോണില്ല എന്ന് പറഞ്ഞാൽ ആശയപരമായിട്ട് ഖുർആനിനെ ഇല്ലാതെയാക്കാൻ കഴിയില്ല. ശത്രുക്കൾ വെറുതെ അവരുടെ ഒരു ദിവാസ്വപ്നമാണ് എന്ത് വിശുദ്ധ ഖുർആൻ ഇല്ലാതാക്കാൻ കഴിയും. ഗോണ്ടനാമോയിൽ തടവറയിൽ പീഡിപ്പിക്കപ്പെടുന്ന ചില സഹോദരങ്ങളിൽ നിന്ന് ഖുർആന്റെ കോപ്പി വാങ്ങിയിട്ട് ക്ലോസറ്റിലേക്ക് എറിയപ്പെട്ടു. അവർ കരുതി ഒരു കോപ്പി എറിഞ്ഞത് തീരൂല. അത് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്, തളർത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷെ ആത്മവിശ്വാസം കൂടെ ചെയ്യുക. ഇവർക്ക് തെറ്റുപറ്റും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് ബീഭത്സമായ രൂപത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ ഒരു ഇടവേള കിട്ടിയ ഖുർആൻ ഓതാൻ രഹസ്യ സങ്കേതങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം പീഡനങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ ഖുർആനുമായി ഒരു ദിവസം എത്ര ബന്ധപ്പെടും നമ്മൾ ആലോചിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ കലാമിനെ മുഅ്മിനീങ്ങൾ മുഹ്സിനീങ്ങൾ പരിഗണിക്കും. അല്ലാത്തവർ കാതിൽ എന്തോ ഒരു കട്ടിയുള്ളത് പോലെയാണ്.
ഇസ്രായേലികൾക്കുണ്ടായിരുന്നൊരു സ്വഭാവം, മൂസാ നബി എന്തൊരു കാര്യം പറയാന്നാല് ഒരു ചെവിയിൽ വരലക്കും, ഈ കേൾക്കാനാവൂല. അള്ളാന്റെ പിടികളുടെ കാലഘട്ടത്തിൽ പഞ്ഞി വെച്ചിരുന്ന ചെവിയിൽ ശീല വെക്കുക, കുത്തി നിറച്ച് വെക്കുക. നബിനെ കാണുമ്പോ നീ കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ടെന്ന് വിചാരിച്ചാൽ ആ ജാതി പൊട്ടത്തരം കാട്ടിയ ആളുകളായിരുന്നു. അങ്ങനെയുള്ള ആളുകളോട് അല്ലാഹു തആല പറയണമെങ്കിൽ വിശുദ്ധ ഖുർആൻ അത് ഒരിക്കലും ഒരു തമാശയല്ല, അത് ഖണ്ഡിതമാകുന്നു. അതിനെ തമാശയായിട്ട് ആരും കാണണ്ട. ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും. അള്ളാഹുവിന്റെ വചനങ്ങള്, അതിലടങ്ങിയ രഹസ്യങ്ങള്, അത് ഒരാളുടെ തമാശ പോലെയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാര്യമാണ്. എന്ന ഖുർആനിൽ എല്ലാം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത്, ഇന്നഹു ലഖൗലുൻ ഫസ്ൽ, വിശുദ്ധമായ ഖുർആൻ അത് ഉറപ്പായ വാക്കാവുന്നു. വമാ ഹുവ ബിൽ ഹസ്ൽ, അതൊരു തമാശയല്ല. ഖുർആൻ ഒരിക്കലും ഒരു തമാശയല്ല, അതിനെ തമാശയായിട്ട് കാണാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു തുടർന്ന് പറയുന്നത്, ഇന്നഹും യകീദൂന കൈദൻ വഅകീദു കൈദ, ഇന്നഹും യകീദൂന കൈദൻ വഅകീദു കൈദ. മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കണം. അള്ളാഹു പറയുന്നത്, തീർച്ചയായിട്ടും അവർ ഗൂഢതന്ത്രം ആവിഷ്കരിക്കുന്നവരാണ്, ഞാൻ മറുതന്ത്രം ആവിഷ്കരിക്കുന്നവനാണ്. നേരർത്ഥം അങ്ങനെയാണ്, അതായത് അതിന് തക്ക പ്രതിഫലം ഞാൻ നൽകുന്നതാണ്. ഇത് അള്ളാഹു തആല നബിയെ സമാധാനിപ്പിക്കാൻ. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഒട്ടേറെ പ്രയാസങ്ങൾ അള്ളാന്റെ ദൂതൻ നേരിട്ടു. ശത്രുക്കൾ പലജാതി തന്ത്രങ്ങൾ മെനഞ്ഞു അള്ളാഹ് റസൂലിനെ ഇല്ലാതെയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അത്തരമൊരു സന്ദർഭത്തിൽ അള്ളാഹു പറയാണ്, സാരല്ല, ഫമക്കിലിൽ കാഫിരീന, നോക്കൂ, ഫമക്കിലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് ഒരു ഇട നൽകൂ നബിയെ. അംഹിൽ ഫുറുവൈദ, ഒരൽപ്പം അവർക്ക് ഇടം നൽകുക തന്നെ വേണം. നമ്മൾ ശരിയാക്കി കൊടുത്തോളാം. സംഭവം ശരിയാണ്. അല്പം ഇടാന്ന് പറഞ്ഞാൽ കുറച്ച് ഇടവേള അതിന് വേണ്ടി വന്നു. അള്ളാഹു തആല കണക്കിന് കൊടുത്തു. മക്കയിൽ ജനിച്ച നബിതങ്ങൾ എത്ര പ്രയാസപ്പെട്ടവിടെ, എന്തൊക്കെ വന്നു പ്രബോധന രംഗത്ത്. 40 വയസ്സ് വരെ കുഴപ്പമില്ലായിരുന്നു. റസൂൽ എല്ലാ നിലക്കും കുറ്റമറ്റ ആളായിരുന്നു. 40 വയസ്സായി നബുവത്ത് കിട്ടി അള്ളാഹുവിന്റെ തിരുദൂതർ വന്നപ്പോ ഇവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് എതിർത്തു. അവർ ഖുർആനെ തള്ളി, അള്ളാഹുവിന്റെ റസൂലിനെ തള്ളി. യഥാർത്ഥത്തിൽ അവരുടെ തള്ളല് കണ്ടാല് നോക്കൂ, അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഇതിനെപ്പറ്റി പല ഭാഗങ്ങളിലൂടെയും പറയുന്നുണ്ട്. എന്തിനാണ് ഇവര് തള്ളേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഈ നബിയെ ഇവർ ശരിക്ക് അറിയുന്നവരാണ്. അതുകൊണ്ട് ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഫലം യതബ്ബറുൽ ഖൗല അം ജാഅഹും മാ ലം യഅതി ആബാഅഹുൽ അവ്വലീൻ. അഫലം യതബ്ബറുൽ ഖൗല, വിശുദ്ധ വചനങ്ങളിൽ അവർ ചിന്തിക്കുന്നില്ലയോ? അല്ലാഹു പറയണം. ഇവിടെ ഇപ്പൊ എങ്ങനെയാ പറഞ്ഞത്? ഇന്നഹു ലഖൗലുൻ ഫസ്ൽ, ഇത് ഉറപ്പായ വാക്കാണെന്നാണ് അല്ലാഹു പറയുന്നത്. അഫലം യതബ്ബറുൽ ഖൗല, വിശുദ്ധ ഖുർആന്റെ വചനങ്ങളുണ്ടല്ലോ, ആ വചനങ്ങളിൽ അവർ ചിന്തിക്കുന്നില്ലയോ എന്ന് ചോദിച്ചിട്ട് ഈ ഖുർആൻ കൊണ്ടുവന്ന റസൂൽ എന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ. അത് അല്ലാഹു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അംലം യഅരിഫൂ റസൂലഹും, അവരുടെ റസൂലിനെ അവർ അറിയുന്നില്ല എന്നുണ്ടോ? ഈ ഖുർആൻ കൊണ്ടുവന്നത് അള്ളാന്റെ റസൂലാണ്. റസൂലിനെ പറ്റി അവർക്ക് ശരിക്കറിയാം. നബുവത്തിന്റെ മുമ്പുള്ള നബിയുടെ അവസ്ഥ അവർക്ക് കൃത്യമായിട്ടറിയാം. ഒരു തെറ്റും ചെയ്യാത്തതാണ്. റസൂലുള്ളാഹിന്റെ ശൈശവത്തിൽ പോലും ഒരു പ്രശ്നം വന്നില്ലല്ലോ. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ അതിൽ നിന്ന് അങ്ങനെയുള്ള ഈ നബി അവർ വേഗം അംഗീകരിക്കണം. പരിചയമില്ലാത്തൊരാള്, നമുക്കറിയാത്തൊരാള് നമ്മുടെ കൂട്ടിലങ്ങാടി വന്നിട്ട് നമുക്ക് സംശയമുണ്ടോ ഇയാൾ ആരാണ്? നമ്മളെ കൂട്ടത്തില് വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന ഒരാള്, അയാള് പറയുമ്പോ ആ വാക്കിന് വില ഉണ്ടാകണമല്ലോ. അള്ളാന്റെ തിരുദൂതരെ സംബന്ധിച്ചിടത്തോളം 3-ാമത്തെ വയസ്സിൽ നബിക്കൊരു ഓപ്പറേഷൻ നടന്നു. 10-ാമത്തെ വയസ്സിൽ വീണ്ടും നടന്നു. 40-ൽ വീണ്ടും നടന്നു. 52-ൽ വീണ്ടും നടന്നു. അല്ലേ? 4 ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അതിൽ നബിയുടെ ശൈശവത്തിൽ എന്തിനാണ് നബിക്കൊരു ശസ്ത്രക്രിയ നടത്തി റസൂലുള്ളാഹിന്റെ ഹൃദയം പുറത്തെടുത്ത് സംസം വെള്ളം കൊണ്ട് ജിബ്രീൽ എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ കഴുകി ഈമാനും ഹിക്മത്തും നിറച്ചിട്ട് വെച്ചത്? സാധാരണ ഒരു കുട്ടിക്കുള്ള ചാപ്പല്യങ്ങൾ നബിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത്. അതുണ്ടാവരുത്. 10 വയസ്സ് എന്ന് പറഞ്ഞ നല്ല ടൈമാണ് കുട്ടികളുടെ കളിയുടെ. ആ സമയത്തും അള്ളാഹുവിന്റെ പേടിയുടെ ഓപ്പറേഷൻ നടന്നു പറഞ്ഞു. 40-ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടുമ്പോൾ അതിന്റെ തൊട്ട് മുമ്പ്
മിഅ്റാജിന്റെ യാത്രയുടെ തൊട്ടുമുമ്പ് ഈ നാലെണ്ണം നടന്നു. ഇതൊരു നബുവത്തിന്റെ മുമ്പ് തന്നെ നബി തങ്ങൾ എല്ലാ നിലക്കും പെർഫെക്റ്റാണ്. ഒരു ചെറിയ തെറ്റ് പോലും വന്നില്ല. അതുകൊണ്ട് ആളുകൾ പൊതുവെ ഇട്ടു അൽ അമീൻ. വെറും അമീനല്ല, വിശ്വസ്തൻ അൽ അമീൻ. എല്ലാവരും നബിയെ അങ്ങനെ വിളിച്ചത് അൽ അമീൻ. അതുകൊണ്ടാണല്ലോ പ്രശ്നപരിഹാരങ്ങൾക്ക് നബുവത്തിന്റെ മുമ്പ് തന്നെ ആളുകൾ കണ്ടിരുന്നത് അള്ളാന്റെ തിരുദൂതരാണ്. കാരണം അള്ളാഹുവിന്റെ തിരുദൂതര് വല്ലാത്ത സൽസ്വഭാവിയും ഒരു വല്ലാത്ത വിശ്വസ്തതയുമുള്ള ആളായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഖുർആനായിട്ട് വന്നപ്പോഴോ തള്ളി. അപ്പൊ അള്ളാഹ് ചോദിക്കാണ്, ഇവര് മുഹമ്മദ് നബിയെ അറിയുന്നില്ല എന്നുണ്ടോ? ഇല്ലല്ലോ, ഇവർക്കറിയാലോ ഇയാളെ. എന്നിട്ടെന്താ ഇവർ അംഗീകരിക്കാത്തത്? എന്നിട്ട് ഇവര് അംഗീകരിച്ചതാണ് മാത്രമല്ല എല്ലാവിധ ഗൂഢതന്ത്രങ്ങളും ഇവർ ആവിഷ്കരിച്ചു. അവരങ്ങനെ ആവിഷ്കരിക്കും. നിങ്ങളത് ഉത്തര നബി എന്നാണ് അള്ളാഹ് റസൂലിനോട് അള്ളാഹു പറയുന്നു. ഒരു വലിയ തന്ത്രമായിരുന്നു നബിയെ വധിക്കാന്നുള്ളത്. അബൂജഹലിന്റെ നേതൃത്വത്തിലെ യോഗ തീരുമാനമായിരുന്നു. ഒരാള് കൊന്നാല് അയാള് കുടുങ്ങും. അതുകൊണ്ട് അബൂജഹൽ പറഞ്ഞെന്താ, ചിലര് പറഞ്ഞ നാട് കടത്താം, ധാർണത പേര് യോഗം നടക്കണം. അജണ്ട എന്താ? പള്ളിയുടെ മുകളിലേക്ക് ഒരു നിലയും കൂടി എടുക്കണമെന്നാ? മിനാരത്തിന്റെ പണി വേഗം തീർക്കണമെന്നാ? അല്ല. ഖുർആൻ ക്ലാസിന്റെ വാർഷിക അല്ല സഹോദര. അവിടെ അജണ്ട അള്ളാന്റെ തിരുദൂതരെ മഹാനായ നബിയെ വധിക്കണം. അതാണ് ഇല്ലാതാക്കണം. ചിലര് പറഞ്ഞു നാട് കടത്തിയാൽ മതി. അപ്പൊ അബൂജഹൽ നവുമല്ല, നാട് കടത്തി അങ്ങോട്ട് തന്നെ വരൂല, വീണ്ടും ബുദ്ധിമുട്ടാവും. അവസാനം കൊല്ല എന്നുള്ള തീരുമാനം എടുത്തു. ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി കൂടിയപ്പോ ഒരു വയസ്സായ ആള് വന്നു യോഗത്തിലേക്ക്. ആർക്കും പരിചയമില്ല ആള്. അപ്പൊ അബൂജഹൽ പറഞ്ഞു അയാളെ കേട്ടിട്ടുണ്ടായിരുന്നു. പരിചയമില്ലാത്തവരും നൂറിന്റെയും ഗൂഢതന്ത്രന്റെയും പൊളി. അപ്പോ ഇയാള് പറഞ്ഞു, നിങ്ങളതേ അഭിപ്രായക്കാരനെയാണ്, മുഹമ്മദ് നബിന്റെ ശത്രു തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞ് അയാൾ യോഗത്തിലിരുന്നു. അപ്പോഴും ഇയാളൊരു വിശ്വാസമുള്ളത് ചോർത്താൻ വന്നിട്ടാണോ? അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം ഇങ്ങനെ പറയാണ്, നബിനെ എന്ത് ചെയ്യണം? അവസാനം ഒരാൾ പറഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞപ്പോ ഈ വയസ്സൻ പറഞ്ഞു അതെന്റെ അഭിപ്രായം എന്നാണ്. മൂപ്പരാളെ അയാള് ഓല ആളെന്നെയാണ്. അതാരറിയാം? ഇബ്ലീസാണ്. ഓൻ കോലം കെട്ടി വന്നത്. ഓന അഭിപ്രായം തന്നെയല്ല ഉണ്ടാവുക. അള്ളാന്റെ തിരുദൂതർ ചോദിച്ചപ്പോ ഇബ്ലീസ് പ്രയാസം കൊണ്ട് അട്ടഹസിച്ചെന്ന് ചരിത്രത്തിൽ കാണും. അള്ളാന്റെ തിരുദൂതരെ വധിക്കണം എന്ന് യോഗത്തിൽ തീരുമാനമായപ്പോ അതാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പൊ അബൂജഹലിന് വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ ഇരുന്നോട്ടെ ആള്. അങ്ങനെ തീരുമാനമായി. അപ്പോ ഒരാള് കൊന്നാല് ചിലപ്പോ അയാൾ കുടുങ്ങാൻ സാധ്യതയുണ്ട്. എല്ലാവരും കൂടിയും കൊല്ലാൻ തീരുമാനിച്ചു. അതാണ് ഗൂഢതന്ത്രം. അതിന് രാത്രി തന്നെ അള്ളാന്റെ തിരുദൂതരുടെ വീട് വളയാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു. അങ്ങനെ നേരം വെളുക്കുമ്പോ എഴുന്നേറ്റ് വരും. ആ എഴുന്നേറ്റ് വരുന്ന സമയത്ത് എല്ലാവരും കൂടി എന്ത് ചെയ്യാം? കൊല്ല തീരുമാനമായി. പാവം അള്ളാന്റെ റസൂൽ ഇതൊന്നും അറിയില്ല. റസൂല് തന്റെ മരുമകൻ അലി റളിയല്ലാഹു അൻഹു, മരുമകൻ പിന്നെയാണ് ആകുന്നത്, അലി റളിയല്ലാഹു കൂടെ രണ്ടുപേരും ഒരു വീട്ടിലാണ്. അങ്ങനെ റസൂൽ കിടന്നുറങ്ങണം. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്താണ് അള്ളാഹു തആല ഗൂഢതന്ത്രം പൊളിക്കുന്നതാണ് ഈ പറയുന്നത്. വീട് വളഞ്ഞു. ഇവര് വീട് വളഞ്ഞിട്ട് ചുറ്റുഭാഗത്ത് എല്ലാവരും ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് നബിയെ വിളിച്ചോണ്ടിട്ട് പറഞ്ഞു, ശത്രുക്കൾ വീടിന്റെ ചുറ്റുഭാഗത്ത് അങ്ങേ വധിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് അന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ പോകണം. അവർ ജാഗരൂകരാണ്. എങ്ങനെയാണ് അവരുടെ ഇടയിലൂടെ ഇറങ്ങി പോകേണ്ടത്, വീട് വിടേണ്ടത് എന്ന് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു കൊടുത്തു. നബി എഴുന്നേറ്റ് അലി റളിയല്ലാഹുവിന്റെ കാര്യങ്ങളൊക്കെ വസിയത്ത് ചെയ്തിട്ട് നബിന്റെ വിരിപ്പിൽ അലി റളിയല്ലാഹുവിനെ കിടത്തി. ശത്രുക്കളെയും പൊട്ടന്മാർ ഇതൊന്നും അറിയണില്ല. ഒരു പുറത്തിരിക്കുക. ഒരു ഇടക്കൊന്ന് പാളിയൊക്കെ ഉള്ളിക്കുക. ആളവിടെ കിടക്കുന്നുണ്ട്. ഒന്ന് പാളി നോക്കി രണ്ടാമത് പാളി നോക്കുന്നതിന്റെ ഇടയിൽ റസൂൽ അലി റളിയല്ലാഹുവിനെ കിടത്തി. മുപ്പത് നീണ്ടു നിന്ന് കിടന്നു. നബി കിടക്കുമ്പോൾ അള്ളാന്റെ തിരുദൂതർ അന്ന് ഇന്നത്തെ പോലെ നല്ല കാർപ്പറ്റോ അല്ലെങ്കിൽ പിന്നെ മാർബിളൊന്നും പൈസെടുക്കല്ലോ. അള്ളാന്റെ തിരുദൂതർ ഒരു പിടി മണ്ണുവാരിയെടുത്ത് എന്നിട്ട് തോന്നി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം.
تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. ഈ 9 ആയത്തുകൾ ഓതിയിട്ട് നബി ഈ കയ്യിലുള്ള ആ പിടി മണ്ണൊരൊറ്റേറ എല്ലാരെ കണ്ണിലെത്തി, എല്ലാവരും കണ്ണിലെത്തി. നമ്മളെ കൊണ്ട് കഴിയപ്പോൾ നമ്മളെ വധിക്കാൻ വേണ്ടി പള്ളിന്റെ ചുറ്റുഭാഗത്ത് ആകെ ശത്രുക്കളാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നൊരു കൂടി എറിഞ്ഞാൽ അത് അടുത്തുള്ളവന്റെ കണ്ണിലെത്താൻ തന്നെ പണിയേക്കാം അല്ലേ? ചുറ്റുഭാഗത്തുള്ള ആളുകളുടെ കണ്ണിലെങ്ങനെ മൊത്തം എത്തിക്കാൻ അള്ളാന്റെ തിരുതോതരുടെ ഒരു മോചിതത്താണ്. അള്ളാന്റെ കാവല വാക്കിയതു കൈത അതവിടെ നടക്കാൻ പോകും. അവരെ വീട് ബന്ധം അള്ള പൊളിക്കാൻ അള്ളാന്റെ തിരുതോതർ ഒരു പിടി മണ്ണിനെ വാരി എറിഞ്ഞു, എല്ലാരെ കണ്ണിലെത്തി. കണ്ണിലെന്തിനു ചാടി എല്ലാവരും കണ്ണ് തിരുമു. ഇവർ കണ്ണ് തിരുമുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ തിരുതോതർ മെല്ലെ അവിടെ നടന്നു. വളരെ കൂളായിട്ട് അവരുടെ മേലൂടെ പോയി. സമയം കുറെ കഴിഞ്ഞ് കണ്ണൊക്കെ ലെവലായതിന്റെ ശേഷം ഇവരിങ്ങനെ പാളിയൊക്കെ ഉള്ളിലേക്ക് ആളവിടെ കിടക്കുന്നുണ്ട്. അത് അലിയാണ് റളിയല്ലാഹു അൻഹു. അള്ളാഹിന്റെ തിരുതൂതർ നേരെ പോയി അള്ളാഹുത്താല അവരെ തന്ത്രം പൊളിച്ചു. ഇനിയും തീർന്നില്ല, ഇനി അള്ളാഹുത്താല പൊളിച്ചുകൊണ്ടേയിരിക്കണമല്ലതാണ്. നേരം വെളുത്ത് നോക്കുമ്പോൾ ഇവർ കബളിപ്പിക്കപ്പെട്ട വിവരം അറിയേണ്ട രാവിലെയാണ്. പിന്നെ എന്തായിരിക്കും അവിടെ നടക്കുക നിങ്ങൾ ആലോചിച്ചു നോക്കി. അബൂജഹലൊക്കെ വല്ലാതെ ചൂടായി. നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും, നേതാവല്ലേ, നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ 100 കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ വീട് വളർന്നിട്ട് പിന്നെ നിങ്ങളെ കാണാതെ അദ്ദേഹം പോയി എന്ന് പറഞ്ഞാൽ ഇവർ സത്യം ചെയ്ത് പറഞ്ഞില്ല, ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഒരിക്കലും ഉറങ്ങിയിട്ടില്ല. ഇതെങ്ങനെ കഴിച്ചിലായി ഞങ്ങൾക്കറിയില്ല. ഒരു പൂയേറുണ്ടായി, അതായത് കണ്ണിൽ പൂയാടുന്നൊരവസ്ഥ ഉണ്ടായി. വേറെ ഒന്നും ഞങ്ങൾക്കറിയില്ല. അബൂജഹൽ വലിയ പൊട്ടനാണ്, പൊട്ടന്റെ അനുയായികളാണല്ലോ. അങ്ങനെ ഇവര് എന്ത് ചെയ്തു, ഉടനെ അടുത്ത മീറ്റിംഗ് ചേർന്നു രാവിലെ. എന്നിട്ട് സ്കോഡുകളാക്കി തിരിച്ചു. കാരണം ഇതൊരു അഭിമാന പ്രശ്നമാണ് അല്ലേ? നിങ്ങൾ പിന്നെ പിടിക്കാൻ വേണ്ടി കണ്ട ആൾക്കാരെല്ലാവരും കൂടി പുറത്തുനിന്നു ഇറങ്ങുമ്പോൾ തല്ലാൻ വേണ്ടി നിങ്ങളെ കണ്ണ് വെട്ടിച്ച് ഞാൻ ഇവിടുന്ന് പോയി എന്നെന്തേക്കൊരവസ്ഥ? നിങ്ങൾക്ക് വാശിയോട് നിങ്ങൾ പറയും നമ്മളാകെ തെരയാ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുകയാണ്. ഇത് കുന്തം പോയ കുടത്തിലും തരയും എന്ന് പറഞ്ഞതുപോലെ ഇവര് എല്ലായിടത്തും അരിച്ചു കൊടുക്കാൻ പോവാണ്. ഓരോ സ്കോഡുകളാക്കി തിരിച്ചു. എങ്ങനെങ്കിലും ആളെ കൊന്നിട്ടെങ്കിലും ഹാജരാക്കാനാണ് അബൂജഹൽ ആവശ്യപ്പെട്ടത്. നബിതങ്ങൾ ഇവരുടെ കണ്ണിലേക്ക് പോയി വാരിട്ട് നേരെ പോയതെടുക്കാം. എവിടെ പോയി? അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാ പോയത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വലിയൊരു സംഗതി ഉണ്ട്. അതായത് അള്ളാഹുവിന്റെ റസൂൽ ഓരോരുത്തരെ എന്ത് ചെയ്തിട്ട് മദീനയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അലി പോകാണ്ട്, ഉമർ റളിയല്ലാഹു പോകാണ്ട് കുറച്ച് പെണ്ണുങ്ങളുണ്ട്, ബാക്കിയൊക്കെ പോയി. ഇവര് യോഗം ചെയ്യാൻ തന്നെ എന്താ കാരണം? ഗൂഢതന്ത്രം ആവിഷ്കരിക്കാൻ. അതിന്റെ കാരണം തന്നെ എന്താ? യഥാർത്ഥത്തില് മുഹമ്മദ് നബി ഓരോരുത്തരെ പറഞ്ഞയച്ച് അയാളും ചാടാൻ സാധ്യത ഉണ്ട്, അതിന് മുൻകൂടി കൂടണം. അപ്പോ മഹാനായ നബിതങ്ങള് ഇവരുടെ കണ്ണിലേക്ക് പൂടി എറിഞ്ഞിട്ട് നേരെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ ചെന്നപ്പോ നട്ടപ്പാതിരല്ലേ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, എന്താ നബി ഈ സമയത്ത്? അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, അബൂബക്കർ ഹിജ്റ പോകാൻ അള്ളാന്റെ കൽപ്പന വന്നിട്ടുണ്ട്, ഞാൻ ഹിജ്റ പോവാന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചെന്താണെന്നറിയോ? നബിയെ, അപ്പൊ ഞാൻ ഹിജ്റ പോരേണ്ടതല്ലേ? ഞാൻ ഹിജ്റ പോരേണ്ടതല്ലേ? നമ്മളൊക്കെ എന്താ ചെയ്യാ? എന്നോട് ഇതുവരെ പോകാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അത്രയും ബന്ധാണ് മൂപ്പരോട്, അതുകൊണ്ടാണ് എന്നോട് പോകാൻ പറയാത്തത്. നാടും വീടും വിട്ടു പോണത് അതാണ് ഹിജ്റ, ടൂറല്ലത്. നാടും വീടും ആദർശത്തിന്റെ സംരക്ഷണത്തിന് ഒക്കട്ടേച്ച് പോവുക, വലിച്ചെറിഞ്ഞു പോവാ. സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കാൻ, നബി എന്താ നിങ്ങൾ എന്നോട് പോകാൻ പറയാത്തത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ നിങ്ങൾ എന്റെ കൂടെ ഹിജ്റ പോരേണ്ട ആളാകുന്നു, അതിനാ ഇതുവരെ പിന്തിച്ചത്, ഒരുങ്ങിക്കോളൂ, നിങ്ങൾ എന്റെ കൂടെ പോരണം. ഇതിന് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പൊട്ടിയാണ് കരഞ്ഞു. ആ കരച്ചിൽ എന്താ? റബ്ബിന്റെ ഭാര്യ, എന്റെ ഭാര്യ, എന്റെ ആയിഷ എന്ന് പറഞ്ഞ ചെറിയ കുട്ടി, എന്റെ അസ്മ എന്ന് പറഞ്ഞ മകള്,
ഇവരൊക്കെ ഒഴിവാക്കി ഞാൻ പോകണല്ലോ എന്ന് ചിന്തിച്ചിട്ടല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഒരാൾക്ക് സന്തോഷം വരുമ്പോൾ കരച്ചിൽ വരുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ വേളയിൽ എന്റെ പിതാവ് പൊട്ടിക്കരഞ്ഞപ്പോഴാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞത് എന്തിനാണ്? പടച്ചോനെ, ഹിജ്റ വേളയിലും നബിതങ്ങൾ എന്നെയാണല്ലോ കൂടെ കൂട്ടുന്നത്. ആ സന്തോഷം കാരണം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. നബി പറഞ്ഞു, അബൂബക്കറെ ഒരുങ്ങണം, ശത്രുക്കള് വീട് വളഞ്ഞിരിക്കുക, കണ്ണ് തിരുമ്പാ പോരുമ്പോ അവർ ഞാൻ രക്ഷപ്പെട്ട വിവരം അറിഞ്ഞാൽ ആകെ വല വീശും, അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ 2 പെൺകുട്ടികളുണ്ടാവും, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ആയിഷ ബീവിയും അസ്മ ബീവിയും. ഇവരെ പണി എന്താ അറിയോ? വാപ്പിയും പ്രവാചകരും പോവാണ്. എടുക്ക്, വാപ്പിയും പ്രവാചകരും പോവാണ്. എടുക്ക്, ഹിജ്റ പോവാ. പോകുന്ന സന്ദർഭത്തില് ഇവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പൊ ഒരു പാത്രത്തില്, തോൽപാത്രത്തില് കാരക്ക നിറച്ചു, ഒരു തോൽപാത്രത്തിൽ വെള്ളം നിറച്ചു. തോൽപാത്രം ആയതുകൊണ്ട് അത് അതിന്റെ മൂടി എന്തെങ്കിലും കെട്ടണം, പക്ഷെ കയറ് കാണാനില്ല, കൂടുതൽ തെരഞ്ഞു നടക്കാനും സമയമല്ല. അപ്പൊ നബി ഇങ്ങനെ നോക്കുകയാണ്, അസ്മാ ആണ് അത് ഒരുക്കുന്നത്. അപ്പൊ നബി അവരെങ്ങനെ വീക്ഷിക്കുകയാണ്. അവസരത്തിനൊത്ത് ആ പെൺകുട്ടി ഉയരുന്നത്. അതിനിടയിൽ അസ്മാ കയറിങ്ങനെ തിരയുന്നുണ്ട്. സമയം വളരെ കുറവും. അവസാനം കയറ് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ അരക്കച്ചൻ ബെൽറ്റ് കെട്ടുന്നത് പോലെ അന്ന് പെണ്ണുങ്ങൾ കെട്ടും. ആ അരക്കച്ച വലിച്ചൂരി, സ്വന്തം അരക്കച്ച വലിച്ചൂരി. ഇതൊക്കെ നമ്മുടെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ദീനിനു വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോണ്ടല്ലോ, പണ്ടത്തെ കാലത്തെ പെണ്ണുങ്ങളൊക്കെ മോതിരം നൽകിയിട്ടും ചിറ്റ് നൽകിയിട്ടും അങ്ങനെ പള്ളി മദ്രസ ഉണ്ടാക്കി. വലിയ സംഗതിയാണ് അതൊക്കെ. ചില വല്യന്മാരൊക്കെ ഒരു നാടൻ കോഴി മുട്ട കൊടുത്തേക്കും ലേലം ചെയ്യാൻ. വലിയ സംഭാവനയാണത്. അസ്മാ ബീവി തന്നെ കൊണ്ട് കഴിയുന്ന സേവനം ചെയ്യാം. ഇതാ അരക്കച്ച പറിച്ചെടുത്തു. ചരിത്രത്തിൽ കാണാം, അത് പകുത്തു, 2ആക്കി. എന്നിട്ട് അതും 2ആക്കിയിട്ട് ഒരു കഷ്ണം കൊണ്ട്, ഒരു പകുതി കൊണ്ട് ആ വെള്ളത്തിന്റെ പാത്രം നല്ല കെട്ടി, മറ്റേ കഷ്ണം കൊണ്ട് കാരക്കന്റെ പാത്രം കെട്ടി. ഇത് കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മോളെ അസ്മാ, നീ ഈ 2 അരക്കച്ചന്റെ ആളാണ് മോളെ. നിനക്ക് ഒരു അരക്കച്ച ആളുണ്ടായിരുന്നത്, അത് എടുത്തിട്ട് നിത്താക്ക് അതെടുത്തിട്ട് ഞങ്ങൾ സഹായിച്ചു. അതുകൊണ്ട് സ്വർഗത്തിൽ എനിക്ക് 2 ഉണ്ടാവട്ടോ. അസ്മാവിയും കരഞ്ഞു. അസ്മാവിയും കരഞ്ഞു. കാരണം ഇത് റസൂലുള്ളാഹിന്റെ ഓഫറാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ആകെയുള്ള നിത്താക്ക് ഹിജ്റയിൽ ഞങ്ങളെ സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് സ്വർഗത്തിൽ ഇൻഷാ അല്ലാഹ് 2 നിത്താക്ക് ഉണ്ടാവും. അതാണ് അസ്മാവിയെ പറ്റി ദാത്തുൽ നിത്താഖൈൻ എന്ന് പറയുന്നത്. അങ്ങനെ റസൂൽ ഇറങ്ങാണ് സിദ്ദീഖിനോട്. റസൂൽ പറഞ്ഞു, നമ്മൾ ആദ്യം നേരെ മദീനയിലേക്ക് പുറപ്പെടണം. കാരണം നേരം വെളുത്താല് തരവര വെളുത്ത് നമ്മൾ രക്ഷപ്പെട്ട വിവരം അറിഞ്ഞാൽ മദീനയിലേക്കുള്ള എല്ലാ വഴി അവർക്കറിയാം. ഊടുവഴികൾ നമ്മളെക്കാൾ പരിചയം, അതൊക്കെ ഒരു വളയും. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മളൊരു ഗുഹയിൽ ഒളിച്ചു നിൽക്കുക. അങ്ങനെയാണ് ഗാറ സൗറിലേക്ക് പോകുന്നത്. ആ ഗുഹ, ആ ഒരു വലിയ മരം, ആ മലയുടെ ഏകദേശം ഷേപ്പ് ഒരു കാളനെ പോലെ. സൗറ് എന്ന കാളാണ്. അതിന്റെ മുകളിൽ, ഏറ്റവും മുകളിൽ ഒരു ഗുഹ ഉണ്ട്, ചെറിയൊരു ഗുഹ. വലിയ ഗുഹക്ക് കൗഫ് എന്നാണ് പറയുന്നത്, ചെറിയ ഗുഹക്ക് റാറ് എന്ന് പറയുന്നത്. റാറ് സൗർ എന്ന് പറയാൻ കാരണമാണ് സൗറ് ഗുഹ. അള്ളാന്റെ തിരുദൂതരും ശുദ്ധീകരണവരും ആ ഗുഹയിലേക്ക് പോവാണ്. സഹോദരൻ, നബിക്ക് നടന്നു വലിയ പരിചയമല്ല. ഏകദേശം നിങ്ങൾക്കറിയാലോ, പോയ ആളുകൾക്കറിയാം, എനിക്കറിയാം, ഞാൻ അത് കയറിയിട്ടുണ്ട്. നമുക്ക് നടന്ന് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഒരു 1/4 ഭാഗം ആയപ്പോഴേക്കന്നെ കയ്യും കാലൊക്കെ കുഴയുന്നത് പോലെ. ഇന്ന് പാകിസ്ഥാനികളും ബംഗാളികളൊക്കെ റാറസൗറിന്റെ മുകളിലേക്ക് എത്താൻ സുന്ദരമായിട്ട് സ്റ്റെപ്പിട്ടിട്ടുണ്ട്, സുഖമായിട്ട് പോകാൻ. ഇടക്കിടക്ക് വിശ്രമിക്കാൻ ഇടങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാർക്കിലൊക്കെ ഉള്ളതുപോലെ തന്നെ ശരിക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇടക്കിടക്ക് ചില സ്ഥലങ്ങളിലൊക്കെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ഈ കയറുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ സമയമായാൽ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇന്ന് നമുക്ക് സൗകര്യമാണ് ആ ഗുഹയുടെ മുകളിലേക്ക് പോകാൻ. പക്ഷേ കയ്യും കാലൊക്കെ ഒരു വിധവും, ഇങ്ങോട്ട് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടോ. ഉരുണ്ടു മറിഞ്ഞിറങ്ങുന്നവരുണ്ട് ഇറാനികളൊക്കെ, വയസ്സായാലും കയറും. 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ് നട്ടപ്പാതിരൊക്കെ സിദ്ദീഖിനവരോട് കൂടെ നബി കയറുമ്പോൾ ഒരു സ്റ്റെപ്പ് ഇല്ലാന്നാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ ആലോചിക്കുന്നത്. നമുക്ക് സുബൈക്കൊന്നും വരാത്ത ബുദ്ധിമുട്ട്, എന്നാ ഒരു ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ട് നമുക്ക് അത്രയും സൗകര്യം.
14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദർശത്തിന്റെ സംരക്ഷണത്തിന് മുത്തുനബി കയറണമെന്നല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര പ്രയാസപ്പെട്ട കയറിയത്. പകുതി എത്തിയപ്പോ നബി തളർന്നു. സിദ്ദീഖ് എന്നവര് ഒരു കൊച്ചു കുഞ്ഞിനെ വാരിയെടുക്കുന്നത് പോലെ പുണ്യ നബിയെ എടുത്തു ചരിത്രത്തിൽ കാണും. സിദ്ദീഖ് എന്നവരുടെ ഭാഗ്യമാണ്. അങ്ങനെ ഗുഹയുടെ ഏറ്റവും മുകളിൽ എത്തിയപ്പോ നബി തങ്ങളോട് പറഞ്ഞു, നിങ്ങളിവിടെ പുറത്ത് നിൽക്കി നബിയെ, ഞാനൊന്നുള്ളിൽ കയറി നോക്കട്ടെ. അന്ധകാര നിബിഡമായ ഗുഹയുടെ ഉള്ളിൽ കയറി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം ജീവൻ മറന്നുകൊണ്ട് അതിന്റെ പൊത്തുകളൊക്കെ അടക്കാൻ, അല്ല പാമ്പുകളും വരാതിരിക്കാൻ വേണ്ടി ഏകദേശമൊക്കെ അടച്ച് അദ്ദേഹം നബിയെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം ഇങ്ങനെ ഇരുന്നു. നബിതങ്ങൾ അദ്ദേഹത്തിന്റെ മടിയിൽ കയറാൻ പറ്റും, നിൽക്കാൻ കഴിയില്ലല്ലോ. അതിന്റെ ഉള്ളിൽ നിൽക്കാനുള്ള ഗ്യാപ്പിലല്ലോ, ഇരിക്കാനേ കഴിയും. ഉള്ളിലേക്ക് കയറിയതിന്റെ ശേഷം അദ്ദേഹം ഒക്കെ പൊത്തുകളൊക്കെ അടച്ച് ഇരുന്നു. നബിയെ വിളിച്ചു. നബി അദ്ദേഹത്തിന്റെ മടിയിൽ തലവെച്ച് കിടന്നു. എന്താ ആ ഘട്ടം ആലോചിച്ച് നോക്കൂ. ലോക നേതാവാണ്, വളരെ ക്ഷീണിച്ചിട്ടുണ്ട്. സിദ്ദീഖ് എന്നവരുടെ മടിയിൽ തലവെച്ചിട്ട് അല്ലാഹുവിന്റെ തിരുദൂതൻ അങ്ങനെ കിടന്നു. അപ്പോഴും സിദ്ദീഖ് എന്നവരുടെ ചിന്ത എന്താ? പടച്ചവനെ, ഇല്ല പാമ്പ് ഇനി ഏതെങ്കിലും ദ്വാരങ്ങൾ അറിയാത്തതുണ്ടോ? അപ്പൊ മൂപ്പര് കിട്ടിയ ചാൻസിൽ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ തടവി നോക്കി. അതിൽ ചെറിയൊരു ദ്വാരം ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ പെരുതെല്ലാം കേട്ടിട്ട് കരുതിയതുപോലെ തന്നെ ഒരു പാമ്പ് കൊത്തിയപ്പോ മൂപ്പര് അനങ്ങാതെ ഇരുന്നു. കാരണം ഭയങ്കര വേദനയും കടച്ചിലും വിഷം ഒന്നായിട്ട് കയറിയിട്ടുണ്ട്. പക്ഷെ കാല് വലിച്ചാൽ നബിയുടെ വിശ്രമം താളം തെറ്റും. ജീവൻ മറന്ന് സ്നേഹിക്കാം. സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ തിരുദൂതർ സ്വന്തം ശരീരത്തെക്കാൾ ഉത്തമമായതാണ്. സ്വന്തം ശരീരത്തെക്കാൾ നബിയോടാ സ്നേഹം വേണ്ടത്. അവനാന്റെ ശരീരത്തോട് ആർക്കുണ്ടാകുമല്ലോ അതിനേക്കാൾ വേണമെന്നാണ്. ഇവിടെ ജീവൻ മറന്നു കാലില് പാമ്പ് കടിച്ചിട്ടും നബിനോട് പറഞ്ഞാൽ മതി. പറഞ്ഞാൽ നബി ഇപ്പോ ക്ഷീണിച്ച് കിടക്കല്ലേ, വേണ്ട, ബുദ്ധിമുട്ടാണ്. വേദന സഹിക്കാൻ കഴിയാതെ രണ്ടിട്ട് കണ്ണീര് വീണു നബിയുടെ നെറ്റിയിലേക്ക്. നബി ചോദിച്ചു, എന്താ അബൂബക്കറേക്ക് അറിയുന്നത്? പാമ്പ് കടിച്ച വിവരം പറഞ്ഞപ്പോ നബി തങ്ങൾ കൈകൊണ്ട് തടവി കൊടുത്തു. അല്പം ഉമിനീരെടുത്ത് ആ കൊത്തിയ സ്പോട്ടിലൊന്നുണ്ട് തേച്ചു. അപ്പോൾ ക്ഷമാപണം നടത്തുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു, നബിയെ അറിയാതെ വീണതാണ്. ഈ ഗൂഢതന്ത്രം അള്ളാഹു തകർക്കുന്നതിന്റെ മറ്റൊരു ഭാഗം നോക്കൂ. നേരം വെളുത്ത് ഇവർ സ്കോഡാക്കി തിരിച്ച് ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന മഹാക്രൂരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാറസോട് കയറുന്നത്. ഒരെല്ലോടത്ത് അരിച്ചു കൊടുക്കാൻ ഓരോരുത്തർ ഓരോ ഏരിയക്ക് നിയമിച്ചിരിക്കാം. അപ്പൊ ഇവരൊക്കെ ഓരോ സ്ഥലങ്ങളും അരിച്ചു കൊടുക്കുകയാണ് നബിയെ കാണാൻ വേണ്ടി. എങ്ങനെങ്കിലും പിടികൂടിയ അബൂജഹലിന്റെ അടുത്ത് നല്ല ഇനാം ലഭിക്കും. ഒരുപാട് ഓഫറുകളുണ്ട്. അപ്പൊ ഓരോരുത്തരും ഓരോ കേന്ദ്രങ്ങൾ തെരയുമ്പോ നബി കയറിയ ഈ മലയിലേക്ക് കയറുകയാണ് ആര്? ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ഓല അവിടെ ഉണ്ടെന്ന് കരുതി കയറല്ല, എല്ലാ മലയും തപ്പാണ്. അവിടെ ഇഷ്ടംപോലെ മലകളാണ്. അപ്പൊ ഈ 6 സൗറിലേക്ക് കയറുന്നത് ഇവരാണ്. കയറി 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 അതിന്റെ ഏറ്റവും ടോപ്പിലെത്തി. അല്ലാഹു തആല വഅഖീദു ഖൗല, അല്ലാഹു എന്താ ചെയ്തത്? 1-2 പ്രാക്കളെ പെട്ടെന്ന് അവിടെ സംവിധാനിച്ചു. മുട്ടിട്ട് അവിടെ അല്ലാഹു തആല നോക്കൂ, നബിക്ക് സുരക്ഷിതത്വം കൊടുക്കണം. നബി കയറിയ ഗുഹന്റെ മുൻഭാഗം കയറാനുള്ള ഭാഗത്ത് 8 കാലിങ്ങനെ വലട്ടി. എടങ്ങേറായി അതിന്റെ മുകളിൽ കയറി വന്ന ഉമയ്യത്ത് ബിൻ ഖലഫ് അവന്റെ സംഘം അവര് സംസാരിക്കുന്ന സിദ്ദീഖ് എന്നവര് അള്ളാന്റെ തിരുദൂതർ ഉള്ളിൽ ഇങ്ങനെ കേൾക്കാം. അവിടെ ഒറ്റം കയറി വന്ന അത്ര എടങ്ങേറായി കയറി വന്ന അവർക്ക് ഒന്നിങ്ങനെ കുനിഞ്ഞു നോക്കിയാൽ മതി, എന്നാ കാണാ നബിയെ. പക്ഷെ ഒന്ന് കുനിഞ്ഞു നോക്കാൻ അവർക്ക് തോന്നിയില്ല. എന്താ കാരണം? ആ പ്രാക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്, 8 കാലി വല കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു പറഞ്ഞത് ഇതിലുണ്ടാവില്ല, ഉണ്ടെങ്കിൽ ഇപ്പൊ വല അവിടെ ഉണ്ടാവില്ലല്ലോ. 8 കാലിയുടെ വല കണ്ടപ്പോ അവർക്ക് അതിന്റെ ഉള്ളിൽ നബിയില്ല എന്ന് പോലും മനസ്സിലാക്കി. ഏതാ കുന്തം പോയാൽ കുടത്തിലും തരിയാന്ന് പറഞ്ഞ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാളി നോക്കിയാൽ മതിയായിരുന്നു. അവിടെ വന്ന സ്ഥിതിക്ക് ചോദിക്കാനെ പാളി നോക്കാൻ തോന്നിയില്ല. എന്താ കാരണം? നമ്മൾ എത്ര ആവിഷ്കരിച്ചിട്ടല്ല, റബ്ബ് വിചാരിച്ച പൊളിക്കാൻ വേണ്ട ഒരു തോന്നിയ പോലെ ഇറങ്ങിപ്പോയി. അതിന്റെ ഉള്ളിൽ ആ സമയത്ത് അതിന്റെ ഉള്ളിൽ ചില സംഗതികൾ നടന്നു. ഇവരുടെ കാൽപ്പാട്, ഇവരുടെ കാൽപ്പെരുമാറ്റവും ഇവരുടെ സംസാരവും കേട്ടപ്പോ സിദ്ദീഖ് എന്നവരുടെ കണ്ണെന്ന് കണ്ണീരിങ്ങനെ മുറിഞ്ഞു കൊടുത്തു. ശബ്ദമില്ലാതെ കരയാണ്. അപ്പൊ നബി ചോദിച്ചു, എന്തിനാ മൂക്കരെ കരയുന്നത്? അപ്പോ അദ്ദേഹം പറഞ്ഞു, നബിയെ, ശത്രുക്കളുടെ കാൽപ്പെരുമാറ്റാണ് കേൾക്കുന്നത്. ഞാൻ എന്റെ കാര്യം ആലോചിച്ചിട്ടല്ല കരയുന്നത്.
അവരെങ്ങാനും അങ്ങയെ പിടികൂടിയാൽ പിച്ച് ചീന്തും, അത് ആലോചിച്ചാൽ അറിയുന്നത്. നബി പറഞ്ഞു, ലാ തഹസൻ യാ അബൂബക്കർ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കണ്ട അബൂബക്കറെ, അല്ലാഹ് നമ്മളൊപ്പം. തുടച്ചു കൊടുത്തു എന്നാണ് കണ്ണീർ. ഖുർആൻ അതിനെ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹുൽ ലദീന കഫറൂ സാനിയ ഇസ്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. തൗബ സൂറത്തിലൂടെ അള്ളാഹു ഈ കാര്യം പറയുന്നുണ്ട്. തൗബ സൂറത്തിൽ നിങ്ങൾ ആരും നബിനെ സഹായിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു സഹായിക്കും. വാറസൂറിൽ ആ കൂട്ടുകാരനോട് കൂടെ നബി തങ്ങൾ ഇരുന്ന സന്ദർഭം അള്ളാഹു പറയാണ്, റസൂൽ തന്റെ കൂട്ടുകാരനായ അബൂബക്കറിനോട് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, എന്നോട് തട്ടിക്ക് വഅകീദു കൈദ. അള്ളാഹു പറയുന്നത് തൗബ സൂറത്തിൽ അള്ളാഹു പറയാൻ, ദുഃഖിക്കണ്ട അബൂബക്കറെ, അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്. നമ്മൾ രണ്ടുപേരല്ല, മൂന്നാമൻ അള്ളണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും പറ്റില്ല. നബിയെ അവർക്ക് തൊടാൻ കഴിഞ്ഞില്ല, കാണാൻ കഴിഞ്ഞില്ല. അവർ തിരിച്ചുപോയി, നിരാശപ്പെട്ട് തിരിച്ചുപോയി. പിന്നീട് നബി 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ന് പോയത്. 3 ദിവസം കഴിഞ്ഞു. ഇനി ആ പോകുന്നതിന്റെ ഇടയിലും ചില ശത്രുക്കളൊക്കെ വന്നു. പക്ഷേ എല്ലാവരുടെ തന്ത്രം അല്ലാഹു എല്ലാവരുടെ തന്ത്രം തകർത്തു. കാരണം അള്ളാഹു ആയത്തിലൂടെ നബിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, നബിയെ അങ്ങ് നമ്മുടെ സംരക്ഷണത്തിലാണ് നബിയെ. വസ്ബിർലി ഹുക്മി റബ്ബി, റബ്ബിന്റെ വിധി വരുന്നത് വരെ ക്ഷമിക്കൂ. അതായത് ഇന്നത്തെ സൂറത്തിന്റെ അവസാനം പറഞ്ഞില്ലേ, മഹ്ലിൽ കാഫിരീന അംഹിൽഹും റുബൈദ എന്നതുപോലെ മറ്റൊരായത്തിൽ പറയാണ്, ഫസ്ബിർലി ഹുക്മി റബ്ബി, റബ്ബിന്റെ വിധി വരുന്നത് വരെ ക്ഷമിക്കണം നബിയെ. ഫഇന്നക ബിഅയ്യുനിനാ, അങ്ങ് നമ്മുടെ സംരക്ഷണത്തിലാണ് നബിയെ. അതായത് നബിയെ കൊല്ലാൻ ഒരു ശത്രുവിനും കഴിയില്ല. പ്രൊട്ടക്ഷൻ അള്ളാഹു ഏറ്റെടുത്തു എന്നാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് വേറുള്ളവർക്ക് പാഠം ഉൾക്കൊള്ളാനുള്ള. നബിയുടെ പല്ല് പൊട്ടിയത് സഹോദര വേറുള്ളവർക്ക് പാഠം ഉൾക്കൊള്ളാനാ. നെറ്റ് പൊട്ടിയിട്ട് ചോര വന്നത് വേറുള്ളവർക്ക് പാഠം ഉൾക്കൊള്ളാനാ. ദഅവത്തിന്റെ രംഗത്ത് പരിഹാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതൊന്നും എന്ത് ചെയ്യണ്ട, കാര്യമാക്കണ്ട. ഒരു നല്ല കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ എന്തൊക്കെ കേൾക്കേണ്ടി വരും? മയ്യത്തിനെ പറ്റി കാര്യമായിട്ടൊന്നും പറയില്ല, കാരണം മയ്യത്തിന് ഈ പ്രതികരിക്കൂല. ഒരു നല്ല കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടാവും, എന്തൊക്കെ കേൾക്കേണ്ടി വരും, എന്തൊക്കെ കേൾക്കേണ്ടി വരും. അതിന്റെ സ്വഭാവമാണ്. ഇപ്പൊ പള്ളിപ്പണി നടക്കുകയാണെങ്കിൽ ഒപ്പം നിന്ന് വീടിന്റെ മെയിൻ വാർപ്പ് എങ്ങനെ നടന്ന അന്ന് പോലും ശ്രദ്ധിക്കാതെ അത് നനക്കാനും മറ്റൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ഒരു ഫില്ലറിന് ഒരു അരച്ചാക്കിടാൻ വേണ്ടി മറന്നാല് അതല്ലേ ആളുകൾ കാണും. വെള്ളം നനക്കാൻ ഒരു ചാക്ക് കെട്ടിയുണ്ട്, ഓരോടത്ത് ഇങ്ങനെ ഒരു ചാക്ക് പോയി, അല്ലെങ്കിൽ ഓരോന്നും ശ്രദ്ധിക്കൂലല്ലോ. അയിമണ് കൂടുന്നുണ്ട്. ബാക്കിയുള്ള ചെയ്ത നന്മയൊന്നും കാണൂല, മുഴച്ചു നിൽക്കുന്ന ആളെ കാണില്ല. ഇട്ടെറിഞ്ഞു പോകാൻ പാടുണ്ടോ? ഇല്ല. എന്താ കാരണം അറിയോ? നമുക്കൊന്നും ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അള്ളാന്റെ തിരുദൂതർ സഹിച്ച ത്യാഗാണ്. എന്തായിരുന്നാലും ഇങ്ങനെ ഒരുപാട് ഗൂഢതന്ത്രങ്ങൾ നബിക്കെതിരെ അവർ ആവിഷ്കരിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല എന്നാണ്. ഇനി ഇത് മാത്രമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രവാചകന്മാർക്ക് ചരിത്രത്തിലുടനീളം ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ലോക ചരിത്രത്തിലെ മഹാസമ്പന്നനായിരുന്ന ഖാറൂൻ. വലിയൊരു ഗൂഢതന്ത്രം ആവിഷ്കരിച്ചു. അള്ളാഹ് പൊളിച്ചല്ലോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തളർത്താൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചെന്താ? അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി വ്യഭിചരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ഒരു പെണ്ണിന് കാശ് കൊടുത്തു, പൊന്നു കൊടുത്തു. എന്നിട്ട് ആ പെണ്ണിനെ കൊണ്ട് പറയിപ്പിച്ചു. അതും ഒരു സമ്മേളനത്തിൽ വെച്ച്, ഒരു വലിയ സമ്മേളനം വിളിച്ചു. ആ സമ്മേളനത്തിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പൊ മൂസാ നബി പാവത്തിന്റെ ചതി അറിയില്ല. മൂസാ നബി ചോദിച്ചു, ഞാൻ എന്ത് വിഷയ പറയേണ്ടതെന്ന് ചോദിച്ചു. ഒന്നുണ്ടല്ലോ ഒരു പരിപാടിക്ക് വിളിച്ചാൽ എന്താണോ പറയേണ്ടതെന്ന് ചോദിച്ചു. സ്ഥലം കാലൊക്കെ അറിയാതെ പറഞ്ഞാൽ ചിലപ്പോൾ പുറം പോലെ നാട്ടിൽ പോരാൻ കൂടുതൽ. അപ്പൊ അത് ബുദ്ധിയാണ്, എന്താ അവിടെ പറയേണ്ടത്, വിഷയം എന്താ ചോദിക്കും. മൂസാ നബി ചോദിച്ചു എന്താ പറയേണ്ടത് വെച്ചു. അപ്പൊ ഇവര് പറഞ്ഞു, വിധിവിലക്കുകളെ പറ്റി പറഞ്ഞാൽ മതി, കട്ടോൽക്കുള്ള ശിക്ഷ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. അപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംഗതി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. നല്ല സഹസാണ് അദ്ദേഹം, നല്ല ഉജ്ജ്വലമായിട്ട് പ്രസംഗിച്ചു.
പ്രസംഗത്തിൽ കാര്യമായിട്ടും പറഞ്ഞത് വിധി വിലക്കുകളെ പറ്റിയാണ്, കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയെ പറ്റിയാണ്. വ്യഭിചാരത്തിന്റെ ശിക്ഷ പറഞ്ഞപ്പോ ഖാറൂൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു, അല്ല ഈ വ്യഭിചാരം താങ്കൾ ചെയ്താലും കുറ്റം ഇതുപോലെ തന്നെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മൂസാ നബി പറഞ്ഞു, അതെ, എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പൊ ഖാറൂൻ പറഞ്ഞു, എങ്കിൽ നിങ്ങളെ ശിക്ഷിക്കണം, നിങ്ങളൊരു പെണ്ണിനെ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ ഒരു പെണ്ണ് പറയുന്നുണ്ട്. ഉടനെ ഒരു പെണ്ണ് എഴുന്നേറ്റെന്ന് ഉറക്കെ പറഞ്ഞു, മൂസനെ വ്യഭിചരിച്ചിട്ടുണ്ട്. ഇതിന് കേട്ടതോടുകൂടെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തല താഴ്ത്തി, വഷളായല്ല. ഇതിന് കേട്ടതോടുകൂടെ മഹാനായ പ്രവാചകര് തല താഴ്ത്തി നിന്നു, പ്രസംഗപീഠത്തിൽ തല താഴ്ത്തി നിന്നു. ഭയങ്കരമായിട്ട് വിഷമിച്ചു. വേഗം 2 റക്അത്ത് നമസ്കരിച്ചു. സദസ്സിനാകെ ഇളകി മറിയണം. ഇതാ ആളില്ലേ, എല്ലാം ഒരു ചാൻസ് കിട്ടിയ എല്ലാവരും കൂടി ഇളകും. പിന്നെ വെറുപ്പുള്ള, എന്നോട് ഭയങ്കര വെറുപ്പുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഉള്ള സദസ്സില് എന്റെ നേരത്തെ ഇങ്ങനെ ഒരു ആരോപണം വന്ന നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, നമുക്കറിയാലോ, ഒരറിവുമില്ലാത്തത് അങ്ങനെ പറയാം. എല്ലാരും കൂടി ഇവിടെ സഹോദര, നിഷ്കളങ്കനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്തു. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റു. ആ പെണ്ണിനോട് ചോദിച്ചു, ആകാശഭൂമികളെ പടച്ച അല്ലാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ ചോദിക്കുന്ന പെണ്ണ്, നീ പറയുന്നത് സത്യമാണോ? ആ പെണ്ണ് പതറിപ്പോയി. നിഷ്കളങ്കമായ ചോദ്യത്തിന് മുമ്പിൽ ആ പെണ്ണ് പറഞ്ഞു, എന്നെ ഖാറൂൻ പറയാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്, ഞാൻ കളവ് പറഞ്ഞതാണ്, എനിക്ക് ഇത്ര പെണ്ണ് തരാമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞു. അല്ലാഹു തആല ഗൂഢതന്ത്രം ആ പെണ്ണിന്റെ നാവിലൂടെ തകർത്തു. അതിൽ മൂസാ നബി ദുആയിരുന്നു, ഇവനവിടെ വക്കല്ല റബ്ബായ. അതിലാണ് ഭൂമിയാണ് പിളർന്നത്. എങ്ങനെ അങ്ങനെയൊക്കെ പിളരുസ്താദെ ചോദിക്കരുത്. 15 കിലോമീറ്റർ ആഴത്തേക്കാണ് നേപ്പാളിലെ ഭൂകമ്പത്തില് ഭൂമി പിളർന്നത്. 15 കിലോമീറ്റർ അടിയിലേക്ക്. അതുകൊണ്ടാണ് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ 20 ഇരട്ടി ശേഷിയുണ്ട് എന്ന് ഈ ഭൂകമ്പത്തിനുണ്ട് എന്ന് പറയാൻ. ഖാറൂന് മുതലുകൊണ്ട് അഹങ്കരിച്ചാണ്. അതുകൊണ്ടാണ് അവന് വ്യഭിചാരാരോപണം നടത്തി അങ്ങനെ ഒരു തന്ത്രം ആവിഷ്കരിച്ച് മൂസാ നബിയെ തളർത്താൻ ശ്രമിച്ചത്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട് ഈ ഖാറൂനെ പറ്റി, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂഉ ബിൽ ഉസ്ബതി വൽ ഖുവ്വ. സഹോദര, പ്രബലമായ ഒരു സംഘത്തിന് ചുമക്കാനുള്ള താക്കോലുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. 70 ഒട്ടകങ്ങൾ വേണ്ടി വന്നിരുന്നു ഖാറൂന്റെ താക്കോല് ചുമക്കാൻ. ഖജാനകളില് സ്വർണം നിറച്ച് ആ ഖജാന പൂട്ടിയാല് അതിന് ചാവി ഉണ്ടാവും. ആ പൂട്ടിയിട്ട് പോകും. നമ്മളിപ്പോണ്ടല്ലോ ഈ വയസ്സായ വല്യപ്പാർക്കൊക്കെ ഉണ്ടല്ലേ, ഒക്കെ ആ പത്തായം പൂട്ടിയിട്ടൊരു പോക്ക് അറിയില്ലേ, ഏകദേശം ഒരു വിരലിന്റെ നീളത്തിലുള്ള വലിയൊരു ചാവി ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ചാവി കാണില്ല, അത് ചാവി ഉണ്ടാവും. അതിന് അരിയിൽ കെട്ടിയേക്കല വല്യപ്പ. വല്യപ്പ എന്തെങ്കിലും പാത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വല്യപ്പാന്റെ സോപ്പ് തന്നെ വേണം അത് തുറക്കണമെങ്കിൽ. പൻസാര വരെ പാത്തിച്ച് പോകുന്നവരുണ്ട് ചില വീടുകളിൽ. മുമ്പൊരാളങ്ങനെ പൻസാര പത്തായത്തിൽ കൂട്ടിയിട്ട് പോയി, കുട്ടികളെടുത്ത് തിന്നു എഴുതിയിട്ട് ആടിനെ നോക്കാൻ പോയി. ആ സന്ദർഭത്തില് വീട്ടിലേക്ക് വിരുന്നേരുന്നു. മുമ്പ് ഉമ്മ പറഞ്ഞു, വേഗം പോയിട്ട് വല്യപ്പനോടെ താക്കോല് തരാൻ പറയാറ്. അങ്ങനെ മധുരമുള്ള വെള്ളം കലക്കി കൊടുക്കണമെങ്കിൽ എന്ത് വേണം? പൻസാര ഇട്ടണം. അത് പത്തായത്തിന്. ഇതിന്റെ ഒരു ഉസ്താദിന് സംഭവിച്ചതാണ് ഈ പറയുന്നത്. മകൻ ഉടനെ തന്നെ വാപ്പാന്റെ അടുത്ത് പോയി. വാപ്പനോട് പറഞ്ഞു, നമ്മളെ ഉസ്താദ് പണ്ട് ചെലവിന് വന്ന ഉസ്താദ് വിരുന്ന് പിന്നീട് വീട്ടിൽ വന്നിട്ടുണ്ട്, നാരങ്ങ വെള്ളം കലക്കി കൊടുക്കാൻ, ചായ ഉണ്ടാക്കി കൊടുക്കാൻ, നിങ്ങളോട് പൻസാര എടുക്കാൻ ചാവി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാള് ചാവി എന്റെ അടുത്ത് തന്നാൽ ശരിയാവില്ല, പൻസാര പോലെ നിന്നാലോ. മൂപ്പര് നല്ലൊരു കുറ്റിമ ആടിനെ കെട്ടിയിട്ട് മൂപ്പര് വേഗം പോന്നു. വന്നിട്ട് മൂപ്പര് പത്തായം തുറന്ന് മൂപ്പര് പൻസാര എടുത്ത് മൂപ്പരിന് എടുത്തെടുത്തു. നാരങ്ങ വെള്ളമൊക്കെ റെഡിയാക്കി ഉസ്താദിന് കൊണ്ടുപോയെടുത്ത ഉസ്താദ് വെച്ച് മുതലിട്ടിട്ടുണ്ടോ ചോദിച്ചു. പറ്റൂലട്ടോ. ബാക്കി ആലോചിച്ചാൽ മതി. ഷുഗറിന്റെ പ്രശ്നം ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഒരു പത്തായം എന്ന് പറഞ്ഞാൽ ഒരുപാട് മുതൽ കൊള്ളും, പക്ഷെ അതിന്റെ ചാവി ചെറുതായിരിക്കും.
ഇതേപോലെ ആയിരക്കണക്കിന് ഖജാനകൾ. ചാവി എന്ന് പറഞ്ഞാൽ ഒരു വിരലിന്റെ നീളമുള്ള തോലിന്റെ ചാവിയായിരുന്നു, കനം കുറഞ്ഞ. അങ്ങനത്തെ താക്കോലുകൾ തന്നെ 70 ഒട്ടകങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു 70 ആപ്പ വണ്ടി കൂട്ടിക്കോളി. ആപ്പ താക്കോല്. അപ്പൊ മുതൽ എത്ര ഉണ്ടാവും? അതായിരുന്നു ഖാറൂൻ. ലോക ചരിത്രത്തിലെ വലിയ മുതലാളിയാണ് ഖാറൂൻ. അള്ളാഹു പറയാണ്, അവനിങ്ങനെ യാത്ര പോകുമ്പോഴേ പെണ്ണുങ്ങൾ നൃത്തം ചെയ്യും മുന്നിൽ. മുതലുണ്ടെന്ന് അറിയിക്കാൻ ചില ആളുകളുണ്ടല്ലോ, പലതും കാട്ടിക്കൂട്ടും. ചില ആളുകൾ വെറും വില പിടിപ്പുള്ള കാറുകളുമ്പോ മാത്രം കൂടുന്നവരുണ്ട്. അത് അങ്ങാടി കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് ചാവി ഇങ്ങനെ തിരിച്ചിങ്ങനെ പോകും. ആ കാറ് കൊണ്ടാണ് ആയിരിക്കുന്നത്. സഹോദര, ഖാറൂന്റെ സ്വഭാവമാണത്. അപ്പോ ആളുകൾ പറഞ്ഞു ഖാറൂനോട്, ഖാറൂൻ നീ ഇങ്ങനെ അഹങ്കരിക്കരുത്. അപ്പൊ അവൻ എന്താ പറഞ്ഞത്? ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ എന്റെ അറിവ് കൊണ്ട് കിട്ടിയതാണ്, ഇതൊന്നും വെറുതല്ല, ഞാൻ വലിയ പ്രതിഭയാണ് എന്ന് പറഞ്ഞ് ഇവൻ വല്ലാതെ അഹങ്കരിച്ചു. അങ്ങനെ അവന് അലങ്കാരമണിഞ്ഞ് പോകുന്നത് കാണുമ്പോ ആളുകൾ എന്ത് പറയുന്നറിയോ? യാ ലൈതലനാ മിസ്ലമാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹല്ലിൻ നദീം. അല്ലാഹു തആല കഥ പറയുന്നുണ്ട്. അവനിങ്ങനെ അലങ്കാരമണിഞ്ഞു കൊണ്ടുപോകുമ്പോ ആ സമയത്ത് ഇത് കാണുന്ന ആളുകൾ പറയുന്നുണ്ട്, യാ ലൈതലനാ മിസ്ലമാ ഊതിയ ഖാറൂൻ. ഖാറൂന് നൽകപ്പെട്ടതുപോലെ നമുക്ക് നൽകപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ഖാറൂനെ പോലൊരു മുതലാളിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വല്ലാത്തൊരു നസീബുള്ള ആളുകൾ. قال الذين اوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون. ഇൽമുള്ള ആളുകൾ ആ സന്ദർഭത്തിൽ പറയും, നിങ്ങൾക്ക് നാശം. നിങ്ങളൊരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഖാറൂനെ പോലെ ഞാനുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയല്ലേ. അള്ളാഹുവിന്റെ അരികിലുള്ള കൂലി വിശ്വസിച്ച ആളുകൾക്ക്, സുഹൃതങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് ഏറ്റവും ഉത്തമമായത്. പക്ഷേ വലാ യുലഖാഹാ ഇല്ല സ്വാബിറൂൻ. നല്ല ക്ഷമാശീലരല്ലാതെ അതിനെ കണ്ടെത്തിക്കൂടാൻ. അപ്പൊ വിവരമുള്ളവര് പറഞ്ഞു, ഖാറൂനെ പോലെ ആകണമെന്ന് പറയല്ലേ, ആ മുതല് വേണ്ട, ക്ഷമ ഉണ്ടായാൽ മതി, റബ്ബിന്റെ അടുത്ത് നിന്ന് കിട്ടും. എന്തായിരുന്നാലും ഖാറൂന് ഗൂഢതന്ത്രം ആവിഷ്കരിച്ചത് വ്യഭിചാരാരോപണം നടത്തിയിട്ട് പ്രബോധന രംഗത്ത് മൂസാ നബിനെ തളർത്തണമെന്ന്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തളർത്തണമെന്ന് അള്ളാഹ് തകർത്തു. അള്ളാഹ് പറയുന്നെന്താ? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ് ഫമാ കാന ലഹു മിൻ ഫിയതിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മിനൽ മുൻതസിരീൻ. അവനെയും അവന്റെ ഭവനത്തെയും ഭൂമിയിൽ നാം ആഴ്ത്തിക്കളഞ്ഞു. അപ്പോൾ അവനെ സഹായിക്കുന്ന ഒരു സൈന്യവും ഉണ്ടായില്ല. അള്ളാഹുവിനെ കൂടാതെ ഒരു സഹായം ഉണ്ടായില്ല. വലിയ സൈന്യങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാഹു തആല ഭൂമിയെ പിളർത്തി. ഖാറൂൻ അങ്ങനെ പോവാനടിയിൽ ആരെയും രക്ഷപ്പെടുത്തിയോ? ഇല്ല. അവന്റെ ഒരുപാട് ഗുണ്ടകളുണ്ടായിരുന്നു, പട്ടാളക്കാരുണ്ടായിരുന്നു. മുതലുണ്ടാവുമ്പോ കുറെ ആളൊപ്പുണ്ടാവും, മുതലില്ലെങ്കിൽ ആരുണ്ടാവില്ല. വലതുഭാഗത്തേക്ക് വീണാൽ പിടിക്കാൻ ആള്, മുൻഭാഗത്തേക്ക് വീണാൽ താങ്ങാൻ ആള്, എല്ലാ മേഖലയിലും ഉണ്ടാവും. പണമില്ലെങ്കിലോ അവരൊക്കെ പോവും. പണമില്ലെങ്കിൽ ആരും ഉണ്ടാകില്ല സഹോദര, ആരും ഉണ്ടാവില്ല. ഞാൻ ഇന്നലെ രാത്രി ക്ലാസ്സിന് പോകുമ്പോ ഒരു സ്ഥലത്ത് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അത് ആ വലിയ വീടവസ്ഥാതെ അതിന്റെ ഉടമ മുങ്ങിയതാണ് എന്ന് പറഞ്ഞു. ഇവിടെ നല്ല മനുഷ്യനായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യാ? ഏകദേശം 25 കോടിയോളം കടം വരുത്തിയിട്ടുണ്ട്. ആളുകളെ അടുത്തുനിന്ന് ഇങ്ങനെ ലക്ഷങ്ങൾ വാങ്ങി ബിസിനസ് നടത്തിയതാണ്. 1500 റുപ്യ ഓരോ മാസം കൊടുക്കും. അങ്ങനെ 30 ലക്ഷം കൊടുക്കലുണ്ട്. ഇപ്പൊ ആള് മുങ്ങിയിട്ടുണ്ട്, കാണാനില്ല. ആ പണം പോയാലൊക്കെ ഇങ്ങനെ തെരഞ്ഞു വരികയാണ്. അവിടെ പോയില്ല. ആലോചിച്ച് നോക്കും. ഇനിയിപ്പോ ആരും ഉണ്ടാവില്ല. ഇതുവരെ ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. ഈ കൊക്കിലൊതുങ്ങാത്തത് മനുഷ്യൻ കൊത്താൻ നിന്നിട്ട്. നേരത്തെ ഒരു തൂലിമരണം നമ്മുടെ രാജ്യത്ത് നടന്നതാണ്. അങ്ങനെ ഒരു സഹോദരൻ, ആളുകൾ പെട്ടെന്ന് പണക്കാരാകാനാണ് ഓരോരുത്തർക്കും. അത് നല്ല കാര്യത്തിന് ചോദിച്ചാൽ ആരടുത്തും പൈസ ഉണ്ടാവില്ലല്ലോ, ആരടുത്തും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ കോടികളുമായിട്ട് ആരെങ്കിലും മുങ്ങി എന്ന് പറയുമ്പോ എന്റെ 5 ലക്ഷം ഉണ്ടായത്, എന്റെ 10 ഉണ്ട്, നിങ്ങളിടുന്ന വരുന്നു, എന്റെ വർത്തമാനം പറയണ്ട. എന്ത്
എന്റെ ഒരു 10 ലക്ഷം ഉണ്ട്, നിങ്ങളതുണ്ടോ? വേങ്ങര അടുത്ത് ഒരു മദ്രസന്റെ ജനറൽ ബോഡി എടുക്കട്ടോ, ശ്രദ്ധിക്കണം. അപ്പോ വരിസംഖ്യന്റെ കാര്യം ചർച്ച ചെയ്തപ്പോ ഒരു മണലൊക്കെ വിൽക്കുന്ന ഒരു സഹോദരനുണ്ട്. ഓൻ പറഞ്ഞു വരിസംഖ്യ ഒരു 200 റുപ്യണാക്കാറുണ്ട്. ഓനൊരു പച്ചപാവം ചക്കനാണ്. ഓൻ പറഞ്ഞെന്താ, നമ്മൾ ഒരു ദിവസം എത്ര ഉറുപ്പ്യക്ക് മീൻ വാങ്ങുന്നുണ്ട്, എത്ര സംഖ്യ ചെലവഴിച്ച് മാംസം വാങ്ങുന്നുണ്ട്, ഓറഞ്ച് മുന്തിരി വാങ്ങാൻ എത്ര, ഓൻ നിഷ്കളങ്കമായി പറയാം, ഓറഞ്ച് മുന്തിരി വാങ്ങാൻ എത്ര ചെലവാക്കുന്നുണ്ട്. എന്താ ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ മതം പഠിപ്പിക്കാൻ ഈ 40 റുപ്യയും ഈ 35 റുപ്യൊക്കെ ഒഴിവാക്കിയിട്ട് എന്താ 200 റുപ്യ എല്ലാവരും കൊടുത്താല് അങ്ങനെ ആക്കണമെന്നാണ്. അതിലവിടുത്തെ വലിയൊരു മുതലാളിയുണ്ട് രാജ്യര്. അതിന് നീച്ചിട്ട് വന്നു, ഇജ്ജ് എന്ത് കണ്ടിട്ടാ ഇപ്പൊ 200 ആക്കണം എന്ന് പറയേണ്ടത്? എനിക്ക് മണല് വിറ്റുകാണുണ്ടാവും, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമോ ചോദിച്ചു. അത് നല്ല മുതലാളിയാണ്. അതിലെല്ലാരും കൂടി ഓൻ എങ്ങനെയും പൈസ ഉണ്ടാക്കാം മണൽ ഓടിട്ട്. നമ്മളെടുത്ത് എന്തേലും ഉണ്ടാവും 200 കൂട്ടാൻ. അതിൽ ഇവന് ചൂടാ. ഇപ്പം പറഞ്ഞു നിങ്ങൾ എന്തേലും കാട്ടിക്കൂടിയാണ് ഓനാണ് അറിയിപ്പോയി. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് കോടികളുമായിട്ട് ഒരാൾ മുങ്ങിയത് ആ ഭാഗത്തുനിന്ന്. ആദ്യം ഇയാൾക്കെതിരെ കത്തിയൂരിയല്ല ഒരാള്, അനക്ക് മണലൂരിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചില്ലേ, ഇയാളെ 10 ലക്ഷം റുപ്യ അതിലുണ്ടെന്ന് ചില ആളുകൾ വന്നു. നമുക്ക് ഓനൊരു സ്വീകരണം കൊടുക്കണം മറ്റേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്തരം അകൽപ്പാട് തടയിടുമ്പോഴേ മദ്രസക്ക് എന്തിനാ കൊടുക്കുന്നത്? നമ്മുടെ കുട്ടികൾക്ക് ദീനിന് ബന്ധപ്പെട്ടല്ലേ, അതിനല്ല നമ്മൾ കൊടുക്കേണ്ടത്. വേറെ എത്ര നമ്മൾ ചെലവഴിക്കുന്നുണ്ട്, ഭൗതിക രംഗത്ത് എത്രയും ചെലവഴിക്കാം. ഇതിന് പറയുമ്പോൾ ആൾക്കാർക്കൊരു മടിയാണ്. ശരിക്കും ഇപ്പൊ നമ്മുടെ ഒരു പിരിവൊക്കെ പറയുമ്പോൾ എന്താ ഉണ്ടറിയോ, എടുക്കണം പൈസ, എന്നിട്ട് ഇത് വലിയ നോട്ടിനെടുക്കണം. വലിയ നോട്ടൊക്കെ ആദ്യം ഉണ്ടാവുമല്ലോ, നമ്മൾ ഉള്ളിക്കാൻ നോക്കാം, 10 ഉണ്ടാവും ഉള്ളിന്റെ ഉള്ളിൽ. ശരിക്കും വേണ്ടത് ആ വലുതിനെടുക്കണം, അതെ നമുക്ക് ഉണ്ടാവുള്ളൂ നല്ല കാര്യത്തിന്. ഇപ്പൊ നമ്മളെ മുന്നിലൊരു പ്രശ്നം എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നമല്ല, കത്തിയും കുത്തല്ല, ഖുർആൻ ക്ലാസിന്റെ വാർഷികം ഉണ്ടല്ലോ, നമ്മൾ തന്നെ നടത്തണം. അള്ളാഹു താല വിജയിപ്പിക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത് സഹോദര, അള്ളാഹു താല ഖാറൂൻ എന്ന ലോക സമ്പന്നനെ അള്ളാഹു അവനെ പാഠം പഠിപ്പിച്ചതാണ് നമ്മളവിടെ കണ്ടത്. എത്ര വലിയ മുതലാളിയായിരുന്നു, ആർക്കും തടയാൻ കഴിഞ്ഞില്ല. ഭൂമി ഇപ്പോഴും അവൻ പോയിക്കൊണ്ടിരിക്കുകയെന്നാണ്. സൂർ എന്ന കാലത്തിൽ ഊതുന്നത് വരെ ഓൻ താഴ്ന്നുകൊണ്ടേ. നമ്മളിപ്പോ ഇത് സംസാരിക്കുമ്പോഴും മുത്തുനബി പഠിപ്പിച്ചതിനനുസരിച്ച് ഖാറൂൻ എന്ന ലോക സമ്പന്നൻ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. അള്ളാഹു അവന്റെ തന്ത്രത്തെ പഴപ്പിച്ചു. ഇങ്ങനെ എത്ര തന്ത്രം. ഇന്നഹും യകീദൂന കൈദാ വഅകീദു കൈദാ. ശത്രുക്കളൊരു തന്ത്രം മെനയും, നാം അതിന് പ്രതിഫലം നൽകുന്ന. സ്വാലിഹ് നബിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗുഹയിൽ ഒളിച്ചെന്നില്ലേ, അള്ളാഹു ആ ഗുഹാമുഖം കല്ലുകൊണ്ടടച്ചു, അവരെ കൊന്നു. കൂടത്തന്ത്രം തകർത്തു. എല്ലാ കാലത്തുണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തുണ്ടായിട്ടുണ്ട്. തഅബത്തവാഫ് ചെയ്യുന്ന നബിയുടെ പിന്നാലെ ഒരുത്തൻ ചാവേറ് മോഡൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന നിലയിൽ പുണ്യനബിയെ പെട്ടെന്ന് വധിക്കാൻ വേണ്ടി തവാഫ് ചെയ്യുന്നത് പോലെ നബിയുടെ ബാക്കിൽ ഇങ്ങനെ വന്നു. ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ ബാക്കിലുള്ള ആളുടെ ലക്ഷ്യം ഇതാണ്. റസൂലുള്ള തിരിഞ്ഞു നിന്നു. അവന്റെ മുഖത്തേക്ക് തീക്ഷ്ണമായിട്ട് നോക്കി റസൂലുള്ള ചോദിച്ചു, നിന്റെ ഹൃദയം ശുദ്ധിയല്ലേ എന്ന് ചോദിച്ചു. എന്റെ ഉള്ളിൽ ക്ലിയർ അല്ലേ? ഇവനാണ് ഞെട്ടിപ്പോയി. ഈ നബിയെ കൊല്ലാൻ ഉള്ളിൽ തീരുമാനമെടുത്ത് എങ്ങനെ ഇയാൾ അറിഞ്ഞത്? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതാണ് സഹോദര കാവല്. ഒരു ജൂതപ്പെണ്ണ് കൂടെ തന്ത്രം നടത്തി. എന്താ? ആട്ടിന്റെ മാംസത്തിൽ വിഷം കലർത്തി. റസൂലുള്ളാഹ്ക്ക് ആട്ടിറച്ചി ഇഷ്ടമായിരുന്നു. കുറകിന്റെ ഭാഗം റസൂലുള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് കുറകിന്റെ ഭാഗത്ത് നല്ലോണം വിഷം കലർത്തിയിട്ട് കൊടുത്തയച്ചു. അത് വെച്ചു. സ്വഹാബത്തും നബിയും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങാൻ. ആദ്യം സ്വഹാബിമാരിരുന്നു. ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് നബിയോട് പറഞ്ഞു, നബി അത് തുടരുത്, ഇതിൽ വിഷം കലർത്തപ്പെട്ടിട്ടുണ്ട്. റസൂൽ ചോദിച്ചു, ആരാത് കൊണ്ടുവന്നത്? ഇന്നാലിന്ന പെണ്ണ, അവളെ കൊണ്ടുവരപ്പെട്ടു. ചോദിച്ചു, നീ വിഷം കലർത്തിയില്ലേ? കലർത്തി. എന്തേ നീ ഇങ്ങനെ ചെയ്തത്? ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ കള്ളപ്രവാചകനാണെങ്കിൽ ഈ വിഷമേറ്റ് നിങ്ങൾ മരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ സത്യപ്രവാചകനാണെങ്കിൽ നിങ്ങൾക്കൊന്നും പറ്റൂല എന്നെനിക്കറിയാം. രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാവും. പക്ഷെ റസൂൽ അത് അറിയാത്തോണ്ടെന്നല്ല റസൂൽ ആ പെണ്ണിന് മാപ്പ് കൊടുത്തത്. ഒരു ഗൂഢതന്ത്രം, വിഷം കലർത്തിയിട്ട് നബിയെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ റബ്ബ് തകർത്തു കളഞ്ഞു.
ഒരു മതിലിന്റെ അടിയിലിങ്ങനെ ശാന്തനായിട്ട് വിശ്രമിക്കാനിരിക്കുന്ന നബി, ഇത് കണ്ട ഒരു ശത്രു അതിന്റെ മുകളിലൂടെ വന്നിട്ട് വലിയൊരു കല്ല് നബിയുടെ തലയിലേക്കിടാൻ തീരുമാനിച്ചു. പക്ഷേ ആ കല്ല് വീടുന്നതിന്റെ തൊട്ട് മുമ്പ് ജിബിൽ എന്ന മലക്ക് നബിയെ പോക്കി ഗൂഢതന്ത്രം തകർത്തു. എല്ലാ കാലത്തും നൽകുന്നു. സ്വാമി അസിമാനന്ദ ജയിലിൽ വെച്ച് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലേ? നമ്മുടെ രാജ്യത്ത് നടന്ന ചില സ്ഫോടനങ്ങൾ, ആ സ്ഫോടനങ്ങളുടെ പേരിൽ ഒരു നിരപരാധിയെ ജയിലിലിട്ട് അവസാനം ആ സ്ഫോടനം നടത്തിയ സ്വാമി നേതൃത്വം കൊടുത്ത ആള് വേറെ ഒരു കേസിൽ ജയിലിലുണ്ട്. അയാൾക്ക് ഹിദ്മ ചെയ്യുന്നതാരാ? അയാൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കണം. അയാളെ കാവിത്തുണി ജയിലിൽ അലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അധികൃതർ ചുമതലപ്പെടുത്തിയത് ആരാണ്? ഈ സ്ഫോടനത്തിന് പേരിൽ പിടിക്കപ്പെട്ട നിരപരാധിയായ മുസ്ലിം ചെറുപ്പക്കാരനെ ആ സാധുവായ മുസ്ലിം ചെറുപ്പക്കാരൻ കൃത്യമായിട്ട് പണിയെടുത്തു. ഈ സ്വാമിക്ക് എല്ലാ ഹിദ്മയും ചെയ്തെടുത്തു. ഇവർക്ക് സ്വാമി ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് അവിടെ എത്തിയത്? അപ്പൊ ഓൻ പറഞ്ഞു, ഞാനിങ്ങനെ ഇന്ന സ്ഫോടനത്തിന്റെ മക്ക മസ്ജിദ് സ്ഫോടനം, മലേഗാവ് സ്ഫോടനം, അതിന്റെയൊക്കെ പേരിലാണ് ഞാനവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ സ്വാമി ആകെ അത്ഭുതപ്പെട്ടു. എന്താ കാരണം? ആ സ്ഫോടനം നടത്തിയാൽ ഈ സ്വാമിനെ അവരെന്നെയാണ് ചെയ്തിട്ടുള്ളത്, നമ്മളെ പേരിൽ കുറ്റാരോപിക്കാം. ഈ പാവപ്പെട്ട നിരപരാധിയാണല്ലോ, ഇതാണോ മുസ്ലിം? ഇയാളാകെ അത്ഭുതപ്പെട്ടു. അച്ചടക്കത്തോടുകൂടെ ജയിലിൽ ഓരോരുത്തരും ഭക്ഷണം വാങ്ങാൻ പോണെങ്കിൽ സ്വാമിക്ക് വലിയ പരിഗണന. ജയിലിൽ ഭക്ഷണം കിട്ട് കൊടുന്നെടുക്കണം. അത് ആരെത്തിച്ചു കൊടുക്കണം? ഈ മുസ്ലിം ചെറുപ്പക്കാരൻ നിരപരാധി. ഇവന്റെ പേരിൽ ആരോപിക്കുന്ന തെറ്റ് ചെയ്ത് ഈ സ്വാമിക്ക് കുറ്റബോധം വന്നില്ലേ? അയാൾ സത്യം തുറന്നു പറഞ്ഞില്ലേ? വൈകിയാണെങ്കിലും ആ ഗൂഢതന്ത്രം വന്ന് പൊളിച്ചതുകൊണ്ട് നമ്മുടെ സഹോദരൻ രക്ഷപ്പെട്ടു. ശോഭയാത്രക്ക് ബോംബെറിഞ്ഞ് ഹിന്ദു ചെറിയ കുട്ടികൾ കൊല്ലപ്പെട്ട് അത് മുസ്ലിമീങ്ങൾ ചെയ്തതാണെന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യമില്ല. നബിദിന ഘോഷയാത്രക്ക് ബോംബ് വന്നാൽ നമ്മൾ ആരെ വിചാരിക്കുക? നമ്മളെ ശത്രുക്കളെ വിചാരിക്കും. ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് തിരൂരിലല്ലേ ശോഭയാത്രക്ക് ബോംബെറിയാൻ RSSകാർ ബോംബുണ്ടാക്കിയത്? ആ ബോംബെങ്ങാനും എറിയപ്പെട്ട് ആ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാൽ മലപ്പുറം ജില്ല ആകെ കത്തുമായിരുന്നു. എന്താ കാരണം? മുസ്ലിമീങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞു. ആരും പറയാം കുട്ടികളെ നേർക്ക ചെയ്ത മോശമായി. അന്നത്തെ കലക്ടർ പോലും പറഞ്ഞ എന്താ? മലപ്പുറം ജില്ലയെ ദൈവം കാത്തു എന്നാണ്. എന്താ കാരണം? ബോംബുണ്ടാക്കിയപ്പോ പൊട്ടി. 2 RSSകാരിൽ ഒരാൾ മരിച്ചു. മറ്റൊന്നെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് രഹസ്യം പുറത്തു വന്നത്. പഠിച്ചോ കാത്തല്ലേ സഹോദരായ. അങ്ങനെ എത്ര ഗൂഢതന്ത്രങ്ങളെ പണ്ട് തകർത്തിട്ടുണ്ട്. തകർത്തിട്ടുണ്ട്. ചിലത് തകർക്കൂല, മസ്ലഹത്തതേക്കാരം, നന്മതേക്കാരം, അത്ര ഉള്ളൂ. അപ്പൊ എല്ലാ കാലത്തും അങ്ങനെ തന്നെയുണ്ട്. എല്ലാ കാലത്തും ഒട്ടേറെ സംഭവങ്ങൾ ഇത് നമുക്ക് കാണാൻ കഴിയും. അബ്രഹത്തിന്റെ ആനപ്പടയെ റബ്ബ് തകർത്തില്ലേ? കഅബ പൊളിക്കാന്നുള്ള ഗൂഢതന്ത്രം തകർത്ത് കളഞ്ഞില്ലേ? അതുപോലെ ഒരുപാട് സംഭവങ്ങൾ. ശത്രുക്കൾ ഓരോ ഗൂഢതന്ത്രം ആവിഷ്കരിച്ചു, നാം മറുതന്ത്രം ആവിഷ്കരിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ പൊളിച്ചു, തക്ക പ്രതിഫലം അവർക്ക് കൊടുത്തു. ചിലതൊക്കെ നേരെ തിരിച്ചടിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു തആല നമുക്ക് ഇസ്സത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു പറയുന്നത് ഫമഖീലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് അല്ലാഹു താമസം ചെയ്യണം. അംഹിൽകും റുവൈദാ, ഒരൽപ്പം അവർക്ക് താമസം ചെയ്തേ മതിയാവൂ. നമ്മൾ ശരിയാക്കി കൊടുത്തോളാന്നാണ്. ഇത് അല്ലാഹു നിറവേറ്റിയപ്പോ ബദറിൽ നബിയെ വളരെയധികം പീഡിപ്പിച്ചു അബൂജഹൽ, വല്ലാതെ ഇടങ്ങാറാക്കി. നബി അല്ലാഹു പറയാം, ക്ഷമിക്ക്, സാരല്ല, ക്ഷമിക്ക്, ഒക്കെ നമുക്ക് ശരിയാക്കാം. ശരിയാക്കിയല്ലോ ബദറിൽ. വല്ലാതെ ദ്രോഹിച്ച, വല്ലാതെ പ്രശ്നം ഉണ്ടാക്കിയവർക്കൊക്കെ ബദറിൽ കണക്കിൽ കിട്ടി. പിന്നെ ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട്. അല്ലാഹു തആല വാക്ക് പാലിക്കും. അല്ലാഹു വാക്ക് പാലിക്കും. ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പാഠം പഠിക്കേണ്ടത്. കുറച്ച് കാത്തു നിൽക്കണം. നെല്ലിക്കക്ക് ഒരു കയ്പുണ്ടാവും തിന്നുമ്പോ, ക്ഷമിക്കണം. അപ്പോഴേക്കന്നെ തുപ്പി ഒച്ചപ്പാടാക്കരുത്. കുറച്ച് കഴിഞ്ഞാൽ മധുരം അങ്ങനെ വരും. എന്നതുപോലെ അന്തിമ വിജയം സത്യവിശ്വാസികൾക്ക് ഏത് മേഖലയിലും അല്ലാഹു നൽകുമെന്നാണ്. സത്യവിശ്വാസികളായിരുന്നു. ഇപ്പൊ നബിക്കല്ല ഈമാനായിരുന്നു സ്വഹാബത്ത്. അതുകൊണ്ട് വിജയം. നിങ്ങളാണ് അത്യുന്നതർ. ഖുർആൻ പറയാം, നിങ്ങളാണ് ഉന്നതർ. പക്ഷെ എന്ത് വേണം? നിങ്ങൾ മുഅ്മിനീങ്ങളാണ്, എന്നാൽ നിങ്ങളാണ് ഉന്നതർ. അപ്പൊ നമ്മൾ മുന്നോക്കക്കാരാവും എല്ലാ വിഷയത്തിലും. അംഗബലത്തിൽ കൂടുതൽ വേണമെന്നില്ല സഹോദര. അത് ഇല്ലാത്ത കാലത്ത് നമുക്ക് നല്ല ഇസ്സത്ത് ഉണ്ടായിരുന്നല്ലോ. എന്താണോ
നമ്മൾ നമ്മളാകണം. നമ്മൾ നമ്മളായാൽ, നമ്മൾ ഇരിക്കേണ്ടടുത്ത് നമ്മളിരുന്നാൽ അവിടെ ആരും കയറി പിന്നിരിക്കില്ല. അതില്ലാതെ പോയി, അത് ഇല്ലാതെ പോയി. സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു, സൽക്കർമ്മങ്ങളിൽ നിന്ന് അകന്നു, പേരിന് മാത്രം മുസ്ലിമായാൽ നടക്കൂല. ഇസ്ലാം ജീവിതത്തിൽ വേണം. അത്തരമൊരവസ്ഥ വന്നാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്.